കൊച്ചിയിൽ ക്രിസ്ത്യൻ പുരോഹിതർക്ക് കമ്മ്യൂണിസ്റ്റ് ഭീകരബന്ധമെന്ന് പരാതി. 3 പുരോഹിതർക്കെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങളുള്ളത്. സിറോ മലബാർ സഭയിലെ ആരോപണ വിധേയരായ വൈദികർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും കാത്തലിക് ഫോറം പ്രസിഡന്റ് ബിനു ചാക്കോ പരാതി നൽകി. 3 വൈദികരടക്കം 12 പേർക്കെതിരെയാണ് ബിനു ചാക്കോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പരാതി നൽകിയിട്ടുള്ളത്. നേരത്തെ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതികൾ നൽകിയിരുന്നു. ദേശവിരുദ്ധ സംഘടനകളിൽ നിന്ന് പണം കൈപ്പറ്റുകയും കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് ഭീകരർക്ക് ഫണ്ടുകൾ കൈമാറുകയും ചെയ്യുന്നുവെന്ന ഗുരുതര ആരോപണമാണ് ഉയരുന്നത്. സിറോ മലബാർ സഭയിലെ ചില പുരോഹിതർക്ക് കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായുള്ള ബന്ധം കേരളത്തിൽ നടന്ന കലാപത്തിലേക്ക് വരെ നീങ്ങിയ ചില സമരങ്ങളിൽ വ്യക്തമായതാണെന്ന് പരാതിയിലുണ്ട്. വിധ്വംസക ശക്തികളുമായുള്ള ചില പുരോഹിതരുടെ ബന്ധം നേരത്തെ പുറത്തുവന്ന സിനഡ് റിപ്പോർട്ടിലും ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകളുമായി സമർപ്പിച്ചിട്ടുള്ള വിവിധ കമ്മീഷൻ റിപ്പോർട്ടുകളിൽ എറണാകുളത്തെ ഒരു വൈദികന്റെ സാന്നിധ്യം, അതായത് വൈദികന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്ന 3 കമ്മീഷൻ റിപ്പോർട്ടുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എറണാകുളത്ത് തീവ്രവാദ ശക്തികളുമായിട്ട് സാമ്പത്തികം കൈപ്പറ്റി ആ പൈസ മാവോയിസ്റ്റുകൾക്ക് കൊടുക്കുന്ന രീതി, മാവോയിസ്റ്റ് ബന്ധമുള്ളവർ കൊടുക്കുന്ന രീതിക്ക് ഒരു ഏജന്റുമാരാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ. ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായി 2022 സീറോ മലബാർ സഭയുടെ സിനഡ് കണ്ടെത്തുകയും അത് സിനഡിന്റെ രേഖകളിൽ അത് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. 2017 മുതൽ തന്നെ കമ്മ്യൂണിസ്റ്റ് ഭീകരബന്ധങ്ങളുടെ സൂചനകൾ പുറത്തുവന്നതാണ്. കർദിനാൾ ജോർജ് ആലഞ്ചേരിക്ക് നേരെ 2017 ഡിസംബറിൽ നടന്ന കയ്യേറ്റ ശ്രമത്തിന് പിന്നിലും തീവ്ര സംഘടനകളുടെ പങ്ക് വിശ്വാസികളിൽ ഒരു വിഭാഗം സംശയിക്കുന്നുണ്ട്. സഭയെ തകർക്കാനുള്ള ഗൂഢനീക്കങ്ങൾ കൂടിയാണ് ഇത്തരം ബന്ധങ്ങളിലൂടെ പുറത്തുവരുന്നതെന്നാണ് ആരോപണം. ജനം, കൊച്ചി.